ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ എങ്ങനെയാ ഷാഫിക്ക് നോക്കി കാണുന്നത്? ഒരു കാലഘട്ടത്തിൽ ഒരു മീഡിയ ഉണ്ടാവും, ഒരു മീഡിയം ഉണ്ടാവും, ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഇൻട്രാക്ട് ചെയ്യുന്നു. പിന്നെ ഒരു കാലത്ത് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഇപ്പോൾ വലിയ പത്രം സ്ഥാപനങ്ങൾ ചാനൽ അവർക്ക് മാത്രമേ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ടായിരുന്നുള്ളൂ. അതല്ലെങ്കിൽ ഫിസിക്കലി ആളുകളെ വിളിച്ചു ചേർക്കുന്ന പിന്നെ വേദികളിലേ അത് പറ്റുമായിരുന്നുള്ളൂ. ഇപ്പം നമ്മൾ ലോകമായിട്ട് കണക്റ്റഡ് ആണ്, ഒരു തരത്തിലുള്ള ജോഗ്രഫിക്കൽ കൺഫൈൻമെൻറ്റും ഇല്ല. നിങ്ങൾ 2 GB ഡാറ്റയും 6 ഇഞ്ച് സ്ക്രീനും വെച്ചിട്ട് നല്ല ആശയങ്ങളെ ലോകത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അനേക ആളുകളുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ, അവരുടെ കഴിവുകൾ, സ്കില്ലുകൾ ഇപ്പോൾ ഒന്നും വേണ്ട. ഇപ്പോൾ പാചകം തന്നെ പലരും അകത്തളങ്ങളിൽ മാത്രം ചെയ്തിരുന്ന ഒരു കാര്യത്തെ ഇപ്പോൾ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആളുകൾ മൊത്തം അതിന് കാണുകയും അതിന് ഫോളോവേഴ്സ് ഉണ്ടാവുകയും അവരത് ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഉൾപ്പെടെയുള്ള അപ്പോൾ എല്ലാ സ്കില്ലിനും, എല്ലാ കഴിവിനും, എല്ലാ ടാലൻറ്റിനും ലോകത്തെ എവിടെ എത്താനുള്ള ഒരു മാർഗ്ഗമാണ് സോഷ്യൽ മീഡിയ. പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് തീർച്ചയായിട്ടും അവർ പിന്നെ പോസിറ്റീവ് എൻഗേജ്മെന്റ് ആക്കി അതിനെ മാറ്റുന്ന ഇൻഫ്ലുവൻസേഴ്സ്. അതാണ് പറഞ്ഞ പോസിറ്റീവ് എൻഗേജ്മെന്റ് അത് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് തീർച്ചയായിട്ടും നമ്മുടെ പൊതു ഇടത്തിൽ അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് നൽകുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ ചിലർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതും തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. പോസിറ്റീവ് ഇൻഫ്ലുവൻസ്, പോസിറ്റീവ് എൻഗേജ്മെന്റ്. ഓക്കെ.